ചാല മാർക്കറ്റ്, അതുപോലെ തന്നെ ചാലയും പരിസര പ്രദേശങ്ങളും വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളാണ്. മഴ പെയ്തു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ? എല്ലാം ഓടകളൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കുകയാണോ? സുജിയ, ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നു. കാരണം ഞാനുള്ളത് ഏറ്റവും തിരക്കേറിയ ചാല മാർക്കറ്റിലെ അങ്കാളമ്മൻ കോവിൽ റോഡിലെ ഒരു കുടുംബം താമസിക്കുന്ന സ്ഥലത്താണ്. 15 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്തെ ഓടയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നിറഞ്ഞ ഒഴുകുന്ന മലിനജലം, അതിന് ചുറ്റും ഈച്ചകൾ അരിക്കുന്നു. കൊച്ചു കുട്ടികളടക്കം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. വൃദ്ധരായ ആളുകളുണ്ട്. ഇവർ താമസിക്കുന്ന ഈ സ്ഥലത്തെ ഒരു ശോചനീയ അവസ്ഥയാണ് ഈ കാണുന്നത്. അതീവ ദുർഗന്ധമാണ് ഇതിൽ നിന്ന് വമിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ആളുകൾക്ക് പകർച്ചവ്യാധി ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ മുറ്റത്തോടു കൂടിയാണ് ഈ ഒരു ഓടകൾ, അതിൽ നിന്നും ഈ മലിനജലം നിറഞ്ഞ് ഒഴുകുന്നത് എന്നുള്ളതാണ്. നമുക്ക് കാണാം, കുട്ടികളടക്കം ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അവരുടെ 2 സ്റ്റെപ്പ് പുറകിലേക്ക് മുന്നോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് റോഡിലേക്കാണ്. ഈ റോഡിന്റെ ഓടയിലാണ് ഈ ഒരു അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും ശോചനീയം എന്നുള്ളതാണ്. ഇതിൽ പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഈ നാട്ടുകാർ ഉള്ളത് എന്നുള്ളതാണ്. കൂട്ടത്തോടുകൂടി തന്നെ ഒരു സമരത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ് ഈ വൃദ്ധരായ ആളുകൾ, ഈ പാവപ്പെട്ടരായ മനുഷ്യർ എന്നുള്ളതാണ്. ചേച്ചി, എത്ര നാൾ ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങി? 4 മാസം കൊണ്ടാണ് ഇത്രയും ദയനീയ അവസ്ഥയിൽ പോണത്. ഞങ്ങൾ കാണാവുന്ന മാക്സിമം എല്ലാരെയും പോയി കണ്ടു. മേയറെ കണ്ടു, കൌൺസിലറെ കണ്ടു. കൌൺസിലർക്ക് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പരാതികൾ നേരിട്ട് ഞങ്ങൾ കൊണ്ടുകൊടുത്ത് അവരെ കാല് പിടിക്കും പോലെ ഞങ്ങൾ പറഞ്ഞു. അവർ ഒന്ന് വന്ന് നോക്കാനുള്ള ഒരു ഇതുപോലും അവർ കാണിച്ചിട്ടില്ല. ഇന്നലെ കൂടി ഞങ്ങൾ മേയറെ വീട്ടിൽ പോയി. അവർ പറഞ്ഞിട്ടുണ്ട് പേപ്പറായി. കൌൺസിലർ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഫണ്ടില്ലെന്ന്. മേയറെ പോയി കണ്ടു. അപ്പൊ പറഞ്ഞു അത് ഫണ്ടുണ്ട്, 7 ലക്ഷം രൂപ ഫണ്ടായിട്ടുണ്ട്. 4 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞു ഈ ആഴ്ച പണിക്ക് വരുമെന്ന് മേയർ ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 15 ഫാമിലി ഞങ്ങൾ സമരത്തിലോട്ട് റോഡിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. കുട്ടികളടക്കം ഉണ്ട്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ല? വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ മാസം 5000 രൂപ കൊടുത്ത് ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഓരോ നേതാക്കളെ കാണാൻ വേണ്ടി ഓട്ടോയ്ക്ക് പൈസ കൊടുത്താണ് ഞങ്ങൾ ഇപ്പൊ മുഷി ചെയ്യുന്നത്. ഇന്നലെയും പോയിരുന്നു ഞങ്ങൾ. അതായത് അഷ്ടിയാഗോ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഓട ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ആ ഓടയിൽ നിന്ന് ദുർഗന്ധവും വരുന്നുണ്ടോ അശ്വിൻ? പുറത്തിറങ്ങാൻ വയ്യാതെ. സുജ, തീർച്ചയായും ദുർഗന്ധം മാത്രമല്ല, ഇവിടെ ഈ ഈച്ചയുടെയും അതീവ, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാൻ തോന്നുന്നു. ഓരോ ബോർഡ് ഇളകുമ്പോൾ അതിന്റെ അടിയിൽ നിന്നും വലിയ രീതിയിലുള്ള ഈച്ചകളാണ് വരുന്നത് എന്നുള്ളതാണ്. അതാ കാണാം, ഈ ഷീറ്റിനടിയിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ഈച്ചകൾ ഇത് ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിലടക്കം പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിൽക്കാൻ കഴിയാത്ത അത്രയും ദുർഗന്ധമാണ് ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, ഇവർ ഈ ഷീറ്റുകൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ, നമുക്കറിയാം ചാല മാർക്കറ്റിൽ നിറയെ കടകളൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അവിടെ നിന്നും കിട്ടുന്ന ഷീറ്റുകളും തടികളും ഒക്കെ ഇവിടെ തൽക്കാലത്തേക്ക് കൊണ്ടിട്ട് അതിന് മുകളിലൂടെ ചവിട്ടിക്കേറിയാണ് ഈ കാണുന്ന 15ഓളം കുടുംബങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഈ കുഞ്ഞിന് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്ന് വന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പനിയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി. ഇന്നലെയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് എന്നുള്ളതാണ്. ചേട്ടാ, ഇതിപ്പോ നിങ്ങൾ പലയിടത്തും നിങ്ങളൊക്കെ ശേഖരിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങളല്ലേ? നിങ്ങൾ മേയറിനെ കണ്ടു, പരാതി പറഞ്ഞു, മെമ്പറിനെ കണ്ടു, പരാതി പറഞ്ഞു. ആരിൽ നിന്നും ഒരു മറുപടി കിട്ടിയിട്ടില്ല? ഒരു മറുപടി അവരുടെ ഇല്ല. രാഷ്ട്രീയക്കാരെ കണ്ടു, പല രാഷ്ട്രീയക്കാരും ഒരാളായിട്ട് എടുത്ത് പറയുകയല്ല, എല്ലായിടത്തും പറഞ്ഞു. ആരും വന്ന് നോക്കില്ല. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ വിഷയം ആര്യ രാജേന്ദ്രന്റെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ അവിടുത്തെ കൌൺസിലർ ആരാണ്? ആഷൻ ഡിയേഗോ. ഇപ്പം പറഞ്ഞപ്പോ ഒരു മനുഷ്യരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് ഇപ്പോഴും കൌൺസിലറിനെ കണ്ടില്ലേ? കൌൺസിലറുടെ ഭാഗത്ത് നിന്ന് കൌൺസിലറുടെ പേരും കൂടെ ഒന്ന് പറയാമോ? കൌൺസിലറുടെ പേര് സിമി വാർഡ് കൌൺസിലർ അല്ലേ? കൌൺസിലറുടെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു മറുപടി? ഒരു മറുപടി ഉണ്ടായിട്ടില്ല. ഫണ്ടില്ല. അവർക്ക് ഒരുപാട് പ്രാവശ്യം പോയി പറഞ്ഞെങ്കിൽ അവരെ കയ്യിൽ ഫണ്ടില്ല. പക്ഷെ ഞങ്ങൾ ഇനി ഒരു ഉറച്ച തീരുമാനം, 15 ഫാമിലി ഞങ്ങൾ റോഡിലിറങ്ങി സമരത്തിൽ ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾക്ക് സ്മാർട്ട് സിറ്റിയുടെ പണി തുടങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടത്തെ പൈപ്പ് മാറ്റി ആ റോഡിൽ കൊണ്ട് മാൻഹോളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ വിഷയം തീരും. അത് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ 15 ഫാമിലി റോഡിലിറങ്ങി സമരം. ഈ ഇതിങ്ങനെ പൊട്ടിയൊഴിയാൻ കാരണമായിട്ട് എന്താ പറയുന്നത് ഇവര്? ഇവരുടെ അടുത്ത് നമ്മൾ മേയറിനെ കണ്ടാലും കൌൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷന്റെ സമയത്ത് വോട്ട് ചോദിക്കാൻ വന്നിട്ടുള്ളതല്ലാതെ അതിനുശേഷം ഇവിടെ ഇങ്ങനെ ജനങ്ങളുണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത അവസ്ഥയിൽ ഈ പറഞ്ഞ ഈ പൂ കെട്ടുന്ന തൊഴിൽ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും. അതിന്റെ ഇടയിൽ നമ്മൾ ഇതിനു വേണ്ടി നടക്കേണ്ടത്. കാരണം കൊച്ചു കുട്ടികളാണ്. ഇപ്പൊ ഇവിടെ മിക്കവാറും കുട്ടികൾക്കാണെങ്കിലും പ്രായമായിട്ടുള്ളവർക്കാണെങ്കിലും ഡെയിലി അസുഖമാണ്. നമ്മളിങ്ങനെ കൌൺസിലറിനെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് എന്തോ പോയപ്പോഴത്തേക്കും നമ്മൾ ഈ കാര്യം പറയുമ്പോൾ അവർ കുറെ ചെടി തന്നു വിടുകയാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരു നിസാരമാണ്. പിന്നെ നമ്മൾ എന്ത് കാര്യത്തിന് ചെന്ന് സമീപിച്ചാലും അവർ പറയുന്നത് ഫണ്ടില്ല. ലാസ്റ്റ് എല്ലാരും കൂടെ പറയുന്നത് നിങ്ങൾക്ക് ഫണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും തരാം, കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ സ്വർണ്ണമൊക്കെ വിറ്റോ പണയം വെച്ചോ ചെയ്യാം, നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യാം, നോക്കാം. ഇത് മഴക്കാലം കൂടി വരികയാണല്ലോ, അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ? മഴക്കാലം വന്നാൽ ഇതുവരെ നടക്കാൻ പറ്റത്തില്ല. വീട്ടിനകത്ത് ഈ ഡ്രെയിനേജ് വെള്ളം വീട്ടിനകത്ത് കയറും. അപ്പൊ നമ്മൾ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്.
മഴക്കാലം വന്നു കഴിഞ്ഞാൽ അസുഖം. പിന്നെ ഈ ഡ്രെയിനേജ് വെള്ളവും മഴവെള്ളവും അങ്ങോട്ട് അവിടെ കെട്ടിക്കിടക്കുമല്ല, അത് കണ്ടില്ലേ നിങ്ങൾ? ആ വെള്ളം അവിടെ കിടക്കും. നമ്മൾ ഈ മുട്ടോളം വെള്ളത്തിൽ ഈ കുഞ്ഞുങ്ങൾ വരെ അതിലേക്ക് ഇറങ്ങി ഈ കൗൺസിലർ അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. ചാല വാർഡിലെ കൗൺസിലർ സാബു ഇത് കാണുന്നുണ്ടെങ്കിൽ സാബു അവിടേക്കൊന്ന് പോയി ഇതൊക്കെ ഒന്ന് പരിഹരിച്ചു കൊടുക്കണം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചോദിക്കാൻ മാത്രം പോയാൽ പോരല്ലോ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൂടിയാണല്ലോ ഓരോ വാർഡിലും ഓരോ കൗൺസിലർമാരെ തിരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പോൾ മേയറുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കൈകഴുകാൻ കഴിയില്ല. അവിടെ കൗൺസിലർ എടുക്കേണ്ട മുൻകൈകളുണ്ട്. ആ മുൻകൈ എടുക്കാൻ കൗൺസിലർ അവസാനമായി ഈ ഭാഗത്തേക്കൊക്കെ വന്നത് എപ്പോഴാണെന്ന് കൂടി ഒന്ന് ചോദിച്ചേ അഷിൻഡിയാഗോ. നമുക്ക് എന്ത് സംഭവിച്ചാലും ആരും ഇല്ല. നമ്മുടെ കൗൺസിലറല്ലേ അവസാനമായിട്ട് ഈ ഭാഗത്തേക്കൊക്കെ വന്ന എപ്പോഴാണെന്നറിയോ നിങ്ങൾക്ക്? ഇല്ല, ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല. ഇല്ല, വോട്ട് ചോദിക്കാൻ വന്നതാണ്, അല്ലാതെ ഇവിടെ വന്നിട്ടില്ല. കഴിഞ്ഞല്ലോ 2 വർഷം സിമി ജ്യോതിഷ് എന്റെ മോൻ SSLCക്ക് മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു പ്രൈസ് കൊടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാതെ റോഡിലെ പ്രശ്നം പറഞ്ഞത് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് ഇതുവരെ വന്നിട്ടേ ഇല്ല. ഫണ്ടില്ല. നിങ്ങൾ അങ്ങോട്ട് പോയി കണ്ടാലും ഞങ്ങൾ അങ്ങോട്ട് അവിടെ വീട്ടിലാണ് ഞങ്ങൾ പോയി കാണുന്നത്. ഒന്ന് വന്ന് നോക്കൂ ഒന്നും പറഞ്ഞിട്ടില്ല. തിരിഞ്ഞു പോലും നോക്കി. അപ്പോ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത കൗൺസിലറെ കുറിച്ചാണ് തെരഞ്ഞെടുത്ത് വിട്ടതിനപ്പുറം അവർക്ക് ഒരു കാര്യത്തിലും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുൻപെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു കൊടുക്കാൻ അവിടേക്ക് കൗൺസിലർ ഒന്ന് എത്തണം എന്നുള്ളതാണ് നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത്.